SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.69% പേരാണ് ഇത്തവണ SSLC പരീക്ഷ വിജയിച്ചത്. 4,25,563 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 71,831 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 892 സർക്കാർ സ്കൂളുകൾ 100% വിജയം സ്വന്തമാക്കി. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. തുടർച്ചയായ മൂന്നാം തവണയും വിജയ ശതമാനം 99%-ന് മുകളിൽ തന്നെയാണ്. ഇത്തവണ 99.69% വിജയ ശതമാനം. മുൻവർഷത്തെ അപേക്ഷിച്ച് 0.01%-ന്റെ നേരിയ കുറവ് മാത്രം. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ സ്വന്തമാക്കി. വിജയ ശതമാനം ഏറ്റവും കൂടിയ റവന്യൂ ജില്ല കോട്ടയമാണ്. കുറവ് തിരുവനന്തപുരം. ഫുൾ A+കാരുടെ എണ്ണത്തിൽ മലപ്പുറമാണ് മുന്നിൽ. 892 സ്കൂളുകൾ 100% വിജയം നേടി. മുൻവർഷത്തെ പോലെ ഇത്തവണയും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി വ്യക്തമാക്കി. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളുടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി. 2024 ജൂൺ 24 +1 ക്ലാസുകൾ ആരംഭിക്കും. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി 2024 ജൂലൈ 31 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായി. SSLC മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചനയുണ്ട്. 2025 SSLC പരീക്ഷയിൽ ഈ മാറ്റമുണ്ടാകും. ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലാണ്. വിജയത്തിന് എഴുത്ത് പരീക്ഷയിൽ പ്രത്യേകം മാർക്ക് നേടുന്നതാണ് പേപ്പർ മിനിമം രീതി. വിവിധ മേഖലകളിൽ കൂടിയാലോചനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. അതേസമയം പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം 9 മുതൽ 15 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടക്കും. അതേസമയം 2ാം വർഷ ഹയർ സെക്കൻഡറി ഫലം നാളെ പ്രഖ്യാപിക്കും. വിജയ ശതമാനത്തിൽ വർധനമാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും വരും വർഷങ്ങളിലും വകുപ്പിൽ കാതലായ മാറ്റം വരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതിനാൽ തന്നെ 2025 SSLC പരീക്ഷാ നിർണ്ണയത്തിൽ സമൂലമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുക. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.